13 മാസത്തിനിടെ അവിടെ സംഭവിച്ചത് 9 കൊലപാതകങ്ങൾ. കൊല്ലപ്പെട്ടതോ എല്ലാം സ്ത്രീകൾ. 9 കൊലപാതകങ്ങളും നടത്തിയത് ഒരേ രീതിയിൽ. ആരാണ് ഇതിനു പിന്നിൽ? എന്തിനാണ് അയാൾ സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെക്കുന്നത്? എന്തിന് സമാന രീതിയിൽ 9 കൊലപാതകങ്ങളും അയാൾ നടത്തി? ഭീതിയോടെയായിരുന്നു ഉത്തർപ്രദേശിലെ സ്ത്രീകൾ ഏതാനും മാസങ്ങളായി ജീവിച്ചത്. എങ്ങും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒരേ വിഷയം മാത്രം. നാട്ടിൽ പല ഭാഗത്തായി സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ്. കഴുത്ത് നിരിച്ച് ശ്വാസം മുട്ടിച്ചാണ് അവരെയെല്ലാം കൊലപ്പെടുത്തിയിരിക്കുന്നത്. മരണപ്പെട്ടവരെല്ലാം 40-നും 50-നും മധ്യേ പ്രായമുള്ളവർ. എല്ലാം കൊണ്ടും ഈ മരണങ്ങളിൽ നിന്നും ഉയരുന്നത് ദുരൂഹതകൾ മാത്രം. 2023 ജൂലൈ 1 മുതൽ ബറേറിയിലെ ഷാഹി, ഷിഷ്ഗട്ട്, ഷേർഗട്ട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 40-നും 65-നും പ്രായപരിധിയിലുള്ള 8 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. എല്ലാ കേസുകളിലും ഇരകളുടെ മൃതശരീരങ്ങൾ അർദ്ധനഗ്ന രീതിയിൽ കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ ലൈംഗിക അതിക്രമത്തിന്റെ യാതൊരുവിധ സൂചനകളും മൃതശരീരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവർ ധരിച്ചിരുന്ന സാരിയുടെയോ ദുപ്പട്ടയുടെയോ തുണി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. പോലീസുകാർക്ക് ഈ കേസുകൾ തലവേദന സൃഷ്ടിച്ചതോടെ അവരും പ്രതിയെ കണ്ടുപിടിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തി. അങ്ങനെയിരിക്കെയാണ് ജൂലൈയിൽ 45-കാരിയായ അനിത എന്ന സ്ത്രീയുടെ മരണവിവരം പുറത്തുവരുന്നത്. ഫത്തേഗഞ്ചിലെ ഗിർഗ ഗ്രാമവാസിയായ സ്ത്രീ ഷെർഗാഡിലെ ബുജിയ ജാഗർ ഗ്രാമത്തിലുള്ള അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. ജൂലൈ 2-ന് ഒരു ആവശ്യത്തിനായി അവർ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. പിന്നീട് പുറം ലോകം കാണുന്നത് അവരുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. ആദ്യത്തെ കൊലപാതകങ്ങൾ പോലെ സമാന രീതിയിലാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അവിടുത്തെ പോലീസുകാർ ഇതൊരു വ്യക്തിയോ ഒരു സീരിയൽ കില്ലറോ ആണ് എന്ന നിഗമനത്തിലെത്തുന്നത്. പിന്നീട് ഉത്തർപ്രദേശ് പോലീസ് അയാൾക്ക് വേണ്ടി എങ്ങും ഒരു വല വിരിച്ചിരുന്നു. പ്രതിയെ കണ്ടെത്താൻ ബറേലി പോലീസ് 22 ടീമുകളെ ഷാഹിയിലെയും ഷിഷ്ഗട്ടിലെയും ഗ്രാമപ്രദേശങ്ങളിൽ പറഞ്ഞയച്ചു. അവിടെ നിന്ന് അവർ ഓപ്പറേഷൻ ആരംഭിച്ചു. അയാളുടെ നീക്കങ്ങൾ കണ്ടെത്താൻ 1500ഓളം CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു. ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് സംഘങ്ങളെ തുടർച്ചയായി പാട്രോളിംഗിനായി പറഞ്ഞയച്ചു. കേസന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പ്രതിയുടെ രേഖാചിത്രവും തയ്യാറാക്കി പുറത്തുവിട്ടു. ഒടുവിൽ അവരുടെ പരിശ്രമങ്ങളെല്ലാം വിജയം കണ്ടു. അതിസാഹസികമായി അവർ പ്രതിയെ പിടിച്ചു. കുൽദീപ് കുമാർ എന്ന 38-കാരനായിരുന്നു പ്രതി. നടുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയ 45-കാരിയായ സ്ത്രീയാണ് കുൽദീപ് കുമാർ ഗാംഗ്വാറിന്റെ ആദ്യ ഇര. പിന്നീട് പല മധ്യവയസ്കരായ സ്ത്രീകളും ഇയാളുടെ ഇരകളായി മാറി. ഇരകളുടെ തിരിച്ചറിയൽ കാർഡ്, പൊട്ട്, ലിപ്സ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ പോലീസ് കുൽദീപ് കുമാറിൽ നിന്ന് കണ്ടെടുത്തു. ഇതും കേസിന് സഹായകമായി. എന്തിനിത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതിനും പോലീസ് ഉത്തരം നൽകുന്നുണ്ട്. കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് കുൽദീപിനെ കൊലപാതകയാക്കി മാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുടെ അമ്മ ജീവിച്ചിരിക്കെ ഇയാളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. തുടർന്ന് രണ്ടാനമ്മയിൽ നിന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങൾ കാരണം ഇയാൾ മറ്റ് സ്ത്രീകളെ വെറുക്കാൻ തുടങ്ങി. കൂടാതെ കുൽദീപിന്റെ പെരുമാറ്റം കാരണം സ്വന്തം ദാമ്പത്യ ജീവിതം തകരുകയും ഭാര്യ ഇയാളെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. രണ്ടാനമ്മയോടുള്ള വിദ്വേഷമാണ് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യാൻ കുൽദീപിനെ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ മാനസികാരോഗ്യ നില പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേസ് തുടരുകയാണ്. ഇനി എന്ത് എന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ നമുക്കും കാത്തിരുന്നു കാണാം.